ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. NDA സഖ്യം ഉയർത്തുന്ന വെല്ലുവിളിയേക്കാൾ മഹാസഖ്യം ഭയപ്പെടുന്നത് അതിനെയാണ്. അസാദുദ്ദീൻ ഒവൈസിയുടെ സാന്നിധ്യം വലിയ ഭീഷണിയാണ് പ്രതിപക്ഷ സഖ്യത്തിന്. യാദവ് OBC വോട്ടുകളിലെല്ലാം ഇടപെടൽ നടത്താൻ മഹാസഖ്യത്തിന് ബീഹാറിൽ കഴിയുന്നുണ്ട്. എന്നാൽ മുസ്ലിം വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ അത്ര സുരക്ഷിതമല്ല പ്രതിപക്ഷത്തിന്റെ നില. കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ കുത്തക വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷ വോട്ടുകൾ. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളിലായി മുസ്ലിം ന്യൂനപക്ഷത്തെ അത്ര കണ്ട് ഒപ്പം നിർത്താൻ കഴിയുന്നില്ല കോൺഗ്രസിന്. അതിന് പ്രധാന കാരണം അസാദുദ്ദീൻ ഒവൈസി എന്ന ഒറ്റയാൾ പോരാളിയാണ്. മുസ്ലിം സമുദായത്തിൽ അവരുടെ നിലപാട് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഒവൈസി ഇറങ്ങിയതോടെ കോൺഗ്രസ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമെല്ലാം ന്യൂനപക്ഷ മേഖലകളിൽ കോൺഗ്രസിന്റെ ബദലായി സ്ഥാനാർത്ഥിയെ നിർത്തുകയും പ്രതിപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്തു ഒവൈസിയുടെ ഓൾ ഇന്ത്യ മസ്ലിജ് ഇത്തിഹാദുൾ മുസ്ലിമീൻ. ഈ സംസ്ഥാനങ്ങളിൽ BJP സുഖമായി ജയിച്ചു കയറി. ഇതോടെ BJP തന്നെയാണ് ഒവൈസി ഇറക്കുന്നത് എന്ന ആരോപണം കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചു. എന്നാൽ അതുകൊണ്ട് പിന്നോട്ടു പോകാൻ AMIM തയ്യാറായില്ല. ബീഹാറിൽ മുസ്ലിം ആഭിമുഖ്യമുള്ള സീമാഞ്ചൽ മേഖലയിൽ കടന്നുകയറിയ ഒവൈസിയുടെ പാർട്ടി 2020-ൽ 5 സീറ്റുകളിലാണ് വിജയിച്ചത്. 2022-ൽ ഇതിൽ 4 പേർ RJDയിലേക്ക് പോയെങ്കിലും ഇപ്പോഴും നിയമസഭയിൽ AMIM പ്രതിനിധിയുണ്ട്. ഇത്തവണ 25 പേരെയാണ് ഒവൈസി നിർത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ സീമാഞ്ചൽ മേഖലയിലാണ്. 18% വരുന്ന മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചാൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകും. പ്രതിപക്ഷ പാർട്ടികൾ മുസ്ലിം സമുദായത്തെ അവഗണിക്കുന്നുവെന്ന ആരോപണം ഇതിനോടകം തന്നെ ഒവൈസി ഉന്നയിച്ചു കഴിഞ്ഞു. യാദവ് വോട്ടുകൾ പിടിക്കാൻ യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇറക്കി. മല്ല നിഷാദ് വോട്ടുകൾ സ്വന്തമാക്കാൻ ആ സമുദായത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും വന്നു. അങ്ങനെയെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം വേണ്ടതല്ലേ എന്നാണ് ഒവൈസി ചോദിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ചോദ്യം, പക്ഷേ യാഥാസ്ഥിതികരായ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കുമെന്ന ഉറപ്പാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.